ഹലോ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പ്ലാന്റ്സിൻ്റെ മീഷോയുടെ ഓർഡർ കിട്ടിയത് അതിനെക്കുറിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡനിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ബ്രഷൊക്കെ ചെയ്യും. അപ്പോൾ എന്നിട്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ എന്തെങ്കിലും നട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യും. എപ്പോഴും ഒന്നുമില്ല, ഇടയ്ക്കൊക്കെ. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴും നമ്മുടെ ചാക്കിലെ ഇഞ്ചി അന്ന് നട്ട് വെച്ചതാണേ. ഒന്ന് നോക്കിയതാണ്. ഇടയ്ക്ക് ഇതെല്ലാം ഒന്ന് അഴുകിപ്പോയപ്പോൾ വീണ്ടും ഞാൻ മുളച്ചിട്ടുള്ളത് കൊണ്ട് നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഒരു 2-3 വളർന്ന് വന്നിട്ടുണ്ട്. ഇത് ഞാൻ നല്ല ചൂടുള്ള സമയത്താണ് ഇത് കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ചൂട് കാരണം ഇത് കുറേയൊക്കെ അഴുകിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉള്ളൊരു കലാപരിപാടിയാണ് ഇതുപോലെ ഇഞ്ചിയൊക്കെ നട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഇളക്കി നോക്കും അത് കിളിച്ചോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ കണ്ടോ, ഈ ഒരു സാധനം മൊത്തം അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഞാൻ വെള്ളമൊക്കെ തളിച്ച് കൊടുത്ത് പൊതയൊക്കെ ഇട്ട് കൊടുത്തതാണ്. പക്ഷേ ചിലരൊന്നും അങ്ങോട്ട് പിടിച്ച് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ അല്ലാതെ കുറച്ച് ഇഞ്ചി മുളപ്പിക്കാനായിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുറച്ചായിട്ട് വേണം. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഇനി നട്ട് വെക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നടുന്നതെല്ലാം ഒന്നും കിളിച്ചൊന്നും വരത്തില്ല. എങ്കിലും ചിലതൊക്കെ അത്യാവശ്യം നല്ല കരുത്തോടൊക്കെ വളർന്നു വരികയും ചെയ്യും. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് കേടായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി ബാക്കി നടണം. അപ്പോൾ ഈ ഒരു പാലച്ചെടി കണ്ടോ, ഇതിനകത്ത് നിന്നുള്ള വേരാണ് കേട്ടോ ഈ നമ്മുടെ ഈ ഒരു മുറ്റത്ത് മൊത്തം ഉള്ളത്. അപ്പോൾ ഈ ഒരു ചാക്കിലാണെങ്കിലും ഫുള്ള് ഇതിൻ്റെ വേരായിരുന്നു. ഞാൻ പിന്നെ ഇഞ്ചി നടുന്ന സമയത്ത് അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് പുതിയതായിട്ട് കരിയിലയും എല്ലാം നിറച്ചത് നട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ മഞ്ഞളൊക്കെയാണ് നമുക്കിവിടെ ഇപ്പോൾ നടുന്നതൊക്കെ. പിന്നെ പയറാണെങ്കിൽ അന്ന് നട്ടിട്ടുള്ള പയർ കണ്ടോ ഇപ്പം മുകളിലോട്ട് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കരുത്തോടെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇനിയും പയറും ഒക്കെ ഉണ്ടാകുന്നതും അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ കാണിക്കാം. പിന്നെ പച്ചച്ചീര കുറച്ചും കൂടി മാറ്റി നടാനായിട്ടുള്ളതൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇനി ഈ ഇതിനകത്ത് കണ്ടോ, ഇതും വള്ളിയെല്ലാം ഏകദേശം കയറി വന്നിട്ടുണ്ട് പയർ. അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഇന്ന് ചീരയെല്ലാം കുറച്ച് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ബാക്കിയുള്ള പയറും കൂടെ ഒക്കെ ഒന്ന് വളർന്നു വരുമെന്ന് കരുതുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ചൂടെന്ന് പറഞ്ഞാൽ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അതിനിടയ്ക്ക് ഈ ഒരു പച്ചപ്പ് കാണുന്നത് തന്നെ ഭയങ്കര ഒരു ആശ്വാസമാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൃഷികളും സംഭവങ്ങളും ഒക്കെ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു പയർ മൊത്തം പോയിട്ടുണ്ടായിരുന്നു. അതൊരു കുഞ്ഞ് ജീവി ഇരുന്ന് വന്ന് ഫുള്ള് നീരൂറ്റി കുടിച്ചതാണ്. അത് മൊത്തത്തിൽ നശിപ്പിച്ചു. ഇതേണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, കണ്ടില്ലേ, ഒരു കുഞ്ഞ് ജീവിയുണ്ട്. അത് നമ്മൾ ഈ ഒരു പ്രകൃതി ഇത് ഈ സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന പോലെ അവർക്ക് നിലനിന്ന് പോകാനായിട്ടുള്ള കുറേ ആകൃതികൾ കൊടുത്തിട്ടുണ്ട്. ഇത് മുഞ്ഞയുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞു പുഴുവും കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോഴാണ് കണ്ടത്. കണ്ടില്ലേ, ഇത് സാധാരണ മുഞ്ഞ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു കുഞ്ഞു പുഴുവും കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ പയറിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും കീടനാശിനിയും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി ഇതിനെല്ലാം തളിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പച്ചക്കറി വേസ്റ്റിൽ നിന്നൊക്കെ കുറേ പച്ചമുളകിൻ്റെ തൈയൊക്കെ വളർന്നു വരും. അപ്പോൾ അങ്ങനെ അമ്മ കൊണ്ട് നട്ടതായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇതും ഏകദേശം ഇത് ഒരു നല്ല മൂടാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പച്ചമുളക് അതിനകത്ത് ഉണ്ടാകുന്നത്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് സെറ എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ആയിരുന്നു. പക്ഷേ അത് അങ്ങോട്ട് എല്ലാം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിപ്പം കണ്ടില്ലേ, ഇതിപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മുടെ ചേനയൊക്കെ അന്ന് നട്ടതെല്ലാം അവിടെ ഉണ്ട്. പിന്നെ വഴുതന അത്യാവശ്യം വളർന്നു വരുന്നുണ്ട്. വഴുതനയൊക്കെ നമ്മൾ എപ്പോഴും നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ വേണ്ട ഒരു സാധനമാണ്. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു 5 വർഷം മുന്നേ ഉള്ള വഴുതന വരെ നമുക്ക് ഇപ്പോഴും ഉണ്ട്. പിന്നെ നമ്മൾ കാര്യമായിട്ട് വലിയ വളങ്ങളും ഒക്കെ കൊടുക്കുന്നതനുസരിച്ച് അത് നന്നായിട്ട് നമുക്ക് വിളവ് തരുമെന്നുള്ളതാണ്. പിന്നെ ഞാൻ നമ്മുടെ ഈ ഒരു ചീരയെല്ലാം ഞാൻ മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് ചീര പറിച്ചെടുക്കുകയാണ്. ഇനി ഇതെല്ലാം മുറിച്ചെടുത്തു ഇനി ശിഖരമൊക്കെ പൊട്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് ശരിക്കും ഇതൊക്കെ മുറിച്ചെടുക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ഇത് എനിക്ക് ഈ പച്ചച്ചീര ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്, ഈ ചുവന്ന ചീരയേക്കാളും. അപ്പോൾ ഇത് ഒന്നെന്ന് വെച്ചാൽ നമ്മൾ അധികം മൂക്കുന്നതിന് മുന്നേ എടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ തണ്ടൊക്കെ അരിഞ്ഞു വരുമ്പോൾ ഉണ്ടല്ലോ, മറ്റേ നമ്മുടെ മുരിങ്ങക്കയുടെ ഒക്കെ കൂട്ടിരിക്കും. നമുക്ക് തൊണ്ടയ്ക്കൊക്കെ ഒരു ഇറിറ്റേഷൻ പോലൊക്കെ വരും. അപ്പോൾ ഇത് നല്ല അത്യാവശ്യം ഒരു കിളുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മളിത് മുറിച്ചെടുക്കണം. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല വെയിലുള്ളത് കൊണ്ട് ഇതിനകത്തൊന്നും അങ്ങനെ വലിയ പുഴുക്കേടുകളൊന്നുമില്ല. അപ്പോൾ ഇനിയും ചീരയൊക്കെ വളർന്നു വരാനായിട്ട് ഇനി വെയിറ്റ് ചെയ്യണം. പിന്നെ ഈ ഒരു സൈഡിലുണ്ടല്ലോ നമുക്കിവിടെ കുറേ വള്ളിമുല്ല ഇങ്ങനെ നിൽപ്പുണ്ട്. ഇത് ഞാനൊരു രാത്രി മുല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് സന്ധ്യാറാണി എന്നും പറയും. അത് നല്ല മണമാണ് അത് ഉണ്ടാകുമ്പോൾ. അതുപോലെ തന്നെയാണ് ഈ ഒരു വള്ളിമുല്ലയും. ഈ ഒരു സ്ഥലത്തോട്ട് വരുമ്പോൾ നല്ല മണമാണ്. ഇത് എല്ലാ കൊല്ലവും ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ കാണുമ്പോഴൊക്കെ ഒരു നല്ല രസമാണ്. പിന്നെ ഉണ്ടല്ലോ നമുക്കിവിടെ നമ്മുടെ തക്കാളി വഴുതനയും ഇതേ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഈ തക്കാളി വഴുതന നമ്മുടെ അപ്പുറത്തെ സൈഡിൽ നിന്നിട്ടുള്ള വള്ളിച്ചീര കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം ആളങ്ങോട്ട് ആ സൈഡ് മൊത്തം ഉണങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇതിന് അധികം വെയിൽ പറ്റത്തില്ല. നമ്മുടെ സാധാ വഴുതന പോലെയല്ല,
തക്കാളി വഴുതന എന്ന് പറഞ്ഞാൽ ധാരാളം ഇരുമ്പ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണ്. അപ്പോൾ അത് അത്യാവശ്യം ഒരു സ്റ്റെബിലിറ്റി അധികം ഇല്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു താങ്ങ് അതിന് എപ്പോഴും നിർബന്ധമാണ്. പിന്നെ ഹൈബ്രിഡ് വെണ്ടയൊക്കെ അത്യാവശ്യം ഒന്ന് പൊടിച്ച് വരുന്നുണ്ട്. പിന്നെ അത് പിടിക്കുമ്പോൾ മാറ്റി നടണം. പിന്നെ രാവിലെ ഞാൻ ഗോതമ്പ് ദോശയൊക്കെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് അങ്ങനെ ഗോതമ്പ് ദോശയ്ക്ക് ഇങ്ങനെ കറിയൊന്നും വേണമെന്നില്ല. ഒരു ഇതിലങ്ങ് കഴിച്ചു പോവും. പിന്നെ ഞാനങ്ങനെ കഴിച്ചിരുന്നപ്പോഴാണ് കേട്ടോ ആരൊക്കെയോ അവിടെ മറ്റേ ഈ ഓലഞ്ഞാലി എന്തോ ഒക്കെ പറന്നു പോകുന്നതിൻ്റെ എന്തോ കാര്യം പറഞ്ഞു. അപ്പോൾ ഞാനതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ കിളികളെല്ലാം കൂട് കൂട്ടാനായിട്ടുള്ള ഓട്ടത്തിലാണ്. നമുക്കും ഇവിടെ ചെറിയൊരു മരത്തിൽ കൂടുണ്ട്. പിന്നെ ചീരയൊക്കെ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചൂട് സമയത്ത് ഒരു തോരൻ കഴിക്കാന്ന് പറഞ്ഞൊരു ആശ്വാസമാണ്. പിന്നെ ഉണ്ടല്ലോ ഇത് കണ്ടോ, കുറേ കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു തത്തമ്മ ഇരുന്നിട്ട് കോവയ്ക്ക ഒത്തി തിന്നുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടെന്ന് കരുതുന്നു, കണ്ടില്ലേ, നോക്കുന്നുണ്ട് ഇങ്ങോട്ട്. ഇതൊരു നമുക്കിവിടെ ഒന്നും അങ്ങനെ തത്തമ്മ വരാറില്ല. ഇനി വരുന്നത് കാണാത്തത് കൊണ്ടാണോ എന്നും അറിയില്ല. ഈ ഒരു കോവയ്ക്ക ഇങ്ങനെ പഴുത്ത് വരുന്നത് കഴിക്കാനൊക്കെ ആയിട്ടായിരിക്കാം. ഇതിങ്ങനെ കൊത്തി കൊത്തി ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിക്കുക ഇത് എന്താ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഫുള്ള് ഇങ്ങനെ കൊത്തി കൊത്തി കളഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു കോവയ്ക്ക് ഫുള്ള് അതിനകത്ത് ഇങ്ങനെ കുരുവാണല്ലോ, അപ്പോൾ അതിങ്ങനെ കൊത്തി കൊത്തി കളഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അതങ്ങ് പറന്നുപോയി. പിന്നെ ഈ ഒരു കോവലൊക്കെ ആണെങ്കിൽ ഇത് നല്ല ടൈപ്പ് കോവലാണ്. ഇത് കാട്ടുകോവലല്ല, കയ്പൊന്നും ഇല്ലാത്ത നമുക്ക് കറി വെക്കാനായിട്ടൊക്കെ എടുക്കുന്നതാണ്. അത്യാവശ്യം ഇതെല്ലാം ആയും വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ അന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ള ഇഞ്ചി. ഇഞ്ചി ഇനിയിപ്പം നന്നായിട്ടൊന്ന് മുളച്ചിട്ട് മാത്രം മാറ്റി നടുന്നുള്ളൂ. പിന്നെ ഇത് മീഷോയിലേക്ക് ഉള്ള നമ്മുടെ ചെടികളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ നമുക്കിവിടെ മാങ്ങ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും വളരെ കുറവാണ്. പിന്നെ എന്തൊക്കെയോ ചില കേടുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. കാരണം ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഹെൽമെറ്റും ഒക്കെ വെച്ച് പോയിട്ട് വന്നപ്പോഴേക്കും ഒന്നാമത് ഹെൽമെറ്റ് വെച്ച ശേഷം എൻ്റെ തല ഫുള്ള് മുടിയെല്ലാം നന്നായിട്ട് കൊഴിച്ചിലുണ്ട്, താരനും എല്ലാം കൂടെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. നമുക്ക് പുറമേ നിന്ന് വലിയൊരു ചൂടും കാര്യങ്ങളും ഇല്ലെങ്കിലും അന്തരീക്ഷത്തിൽ താപനില വളരെ കൂടുതലാണ്. ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഞാനതുകൊണ്ട് 2 നേരമൊക്കെയാണ് കുളിക്കുന്നത്. പിന്നെ കുളിക്കുന്നതിന് മുന്നേ എന്തായാലും സ്ലറിയും കൂടെ ഒഴിച്ചേക്കാമെന്ന് കരുതി. ഇത് നമ്മുടെ ലാസ്റ്റ് സ്ലറിയാണ് കേട്ടോ. ഇത് പച്ചക്കറി വേസ്റ്റും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നന്നായിട്ട് നേർപ്പിച്ചിട്ടാണ് ഇതിനെല്ലാം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും. കാരണം ഇത് അത്യാവശ്യം നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ലായനിയാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഈ ചാണകവെള്ളമൊന്നും വേണമെന്നില്ല, ഇതൊക്കെ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നമ്മുടെ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ അതിനൊക്കെ ആണെങ്കിൽ നമ്മളല്ലാതെ എന്തെങ്കിലും എല്ലുപൊടി അങ്ങനെയൊക്കെയുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. ഇതൊക്കെ നമ്മൾ കുറച്ച് നാളത്തേക്കുള്ള പച്ചക്കറിയല്ലേ, അപ്പോൾ അതിന് ഇങ്ങനെയൊക്കെയുള്ളതാണ് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ പച്ചക്കറി വേസ്റ്റും തേയിലച്ചണ്ടിയും ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് നേർപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇത് അത്യാവശ്യം പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. പിന്നെ കുറച്ച് നൈട്രജൻ കണ്ടൻറ്റുള്ള കുറച്ച് പച്ചിലകളും കൂടെ ഒക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു ചാണകവെള്ളത്തിനേക്കാളും നല്ല ഗുണമുള്ള നല്ല ഒരു ലായനി നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് പൊട്ടാഷ്യം അതുപോലെ തന്നെ നൈട്രജനും എല്ലാം കൂടെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചെടികൾക്കും എല്ലാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ചെടികൾക്ക് ഞാനാണ് ഓർക്കിഡിനൊക്കെ ഒഴിച്ചു കൊടുക്കും. പിന്നെ ഇത് ഞാൻ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ്, വെള്ളരിക്ക, കുറച്ച് ഗോതമ്പൊടി ഇതെല്ലാം കൂടെ അരച്ചെടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നല്ല ടാനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. സാധാരണ അരിപ്പൊടിയാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്, പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാളും കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ ഈ ഗോതമ്പ് പൊടി. പിന്നെ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ ഓണിയന് ചുവന്നുള്ളി ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ മുടി അത്യാവശ്യം നന്നായിട്ട് ഊരുന്നുണ്ട്. ഊരുന്നതിൻ്റെ മാത്രമല്ല തല അത്യാവശ്യം നരച്ചും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 5 വർഷം മുന്നേ ഒക്കെ എനിക്ക് ഈ ഒരു ഫ്രണ്ടിലൊക്കെ എനിക്ക് ഒട്ടും മുടിയില്ലായിരുന്നു. അതായത് സൈഡ് വശവും ഫുള്ള് ഇങ്ങനെ നെറ്റി അങ്ങ് മണ്ടയ്ക്കോട്ട് കയറി പോയേക്കുമായിരുന്നു അവർ പഠിക്കുന്ന ടൈമിലൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു എന്താ പറയുക ഈ ഒരു ഓണിയൻ ജ്യൂസും പിന്നെ അതുപോലെ ഉലുവ വെള്ളവും ഒക്കെ ഞാനിങ്ങനെ മാറി മാറി തലയിൽ ഉപയോഗിക്കുമായിരുന്നു. അന്ന് ആ ഒരു സമയത്തിന് ശേഷമൊക്കെയാണ് കേട്ടോ എനിക്ക് കുറച്ചെങ്കിലും മുടിയൊക്കെ ഫ്രണ്ടിൽ വളർന്നു വന്നത്. പിന്നെ അത്യാവശ്യം ഈ ഒണിയൻ തേച്ച് കഴിഞ്ഞാൽ മുടി അത്യാവശ്യം നന്നായിട്ട് കറുത്തും വരും. നമുക്ക് ഇതിനകത്ത് സൾഫർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് മുടിക്ക് തിക്നെസ് ഒക്കെ വെക്കാനായിട്ടും ഒക്കെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ബേബി ഹെയർസ് ഒക്കെ വരാനായിട്ടാണെങ്കിലും വളരെ നല്ലതാണ് ഈ ഒരു ചെറിയ ഉള്ളി. എനിക്ക് കുറച്ചുകൂടി ഇതാണ് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. സവാളയൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ ഇത് കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ തലയ്ക്ക് നല്ല തണുപ്പാണ്. നമ്മൾ ഈ ചൂട് കൂടുമ്പോഴാണ് നമുക്ക് ഈ ഒരു തലമുടിയിലൊക്കെ ഈ ഒരു തലമുടി എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ആണല്ലോ. അപ്പോൾ ഈ ഒരു പ്രോട്ടീനിലൊക്കെ കുറേ അതിൻ്റെ മോർഫോളജിയിലൊക്കെ കുറേ ചേഞ്ചസ് ഒക്കെ വരും. അപ്പോൾ എനിക്ക് ചൈൽഡ്ഹുഡ് തൊട്ടാണെങ്കിൽ എനിക്ക് ചെമ്പിച്ച മുടിയാണ് ഉള്ളത്.
അപ്പോൾ അതിപ്പം അങ്ങോട്ട് നരയും കൂടി ആയി കഴിഞ്ഞപ്പം എല്ലാം സ്ഥിതി അങ്ങോട്ട് ആകെ മാറി. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അങ്ങോട്ട് അപ്ലൈ ചെയ്യും. ഒന്നാമത് കണ്ടില്ലേ നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ട്. ഈ ഒരു ചൂടും കാര്യങ്ങളും കാലാവസ്ഥ ഇങ്ങനെ മാറുന്നതനുസരിച്ച് എല്ലാം നമുക്ക് അഫക്റ്റഡ് ആവും. പിന്നെ നമ്മൾ എന്തെങ്കിലും മെഡിസിൻസും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്, തൈറോയിഡ് ഇതെല്ലാ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മുടിയെയും നമ്മുടെ എല്ലാം തന്നെ ബോഡി ഹോർമോണൽ ചേഞ്ചസ് എല്ലാം അഫക്റ്റ് ആവുന്നതാണ്. പാക്ക് പിന്നെ ഞാൻ കയ്യിലും കാലിലും എല്ലാം തന്നെ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് അത്യാവശ്യം എനിക്ക് ഈ വാം അണ്ടർ ടോൺ ആയതുകൊണ്ട് തന്നെ ഒരു സൺ എക്സ്പോഷർ വന്നാൽ തന്നെ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ടാൻ ആവും. പിന്നെ എനിക്കിതൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴും അത്യാവശ്യം നല്ല മാറ്റമുണ്ട്. പിന്നെ എനിക്ക് സ്കിന്നിനൊക്കെ അലർജീസൊക്കെ വരുന്ന ഒരാളാണ്. അതായത് കുറച്ച് ഡ്രൈ ആണ്. എനിക്കെല്ലാം ഒന്നും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഞാൻ പണ്ട് എപ്പോഴോ തക്കാളി എന്തോ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് അലർജി ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ എനിക്ക് അധികം റബ്ബ് ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല. ഒത്തിരി നമ്മൾ ഒരു റഫായിട്ടൊക്കെ റബ്ബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്ന് അതിപ്പോൾ എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ്. നമുക്ക് സ്കിന്നിൽ ചെറിയൊരു ഡാർക്കായിട്ട് സ്കിന്ന് മാറും. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു ഇതായിട്ടാണ് കേട്ടോ അതൊക്കെ ആദ്യം ഒരു സ്കിൻ കെയർ സംഭവങ്ങളൊക്കെ സെർച്ച് ചെയ്ത് ആ ഒരു സമയത്തൊക്കെ ഞാൻ ചെയ്തപ്പോൾ പറ്റിയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ ചൂട് സമയം കൂടിയൊക്കെ അതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കണം. അപ്പോൾ ഡീഹൈഡ്രേഷനൊക്കെ ഉണ്ടാകുന്നത് കൊണ്ടും ഒക്കെ സ്കിന്നെല്ലാം ഡ്രൈ ആവുമല്ലോ. അപ്പോൾ നന്നായിട്ട് ഫ്രൂട്ട്സ് ഇലക്കറികൾ ഇതൊക്കെ നന്നായിട്ട് കഴിക്കുക. അപ്പം വെള്ളമൊക്കെ കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കിഡ്നി വരെ അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കാതെ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇതുമാത്രം വെള്ളം കുടിക്കണമെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറേ വെള്ളം ദിവസവും കുടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കുക. അപ്പോൾ കുറേയൊക്കെ രോഗങ്ങളെ നമുക്ക് ഈ ഒരു വെള്ളം കുടിക്കുന്നതിലൂടെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഞാനിതെല്ലാം അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ കഴിയുമ്പോഴെല്ലാം വാഷ് ചെയ്ത് കളയുവേ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഗോതമ്പ് പൊടിയാണ് ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അരിപ്പൊടിയേക്കാളും കുറച്ചും കൂടെ സോഫ്റ്റാണ് ഈ ഒരു ഗോതമ്പ് പൊടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇതെനിക്കൊരു ചലഞ്ചായിട്ട് ചെയ്യാനായിട്ടും താല്പര്യമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് കേട്ടോ ഞാൻ ഫോൺ നോക്കിയപ്പോഴും എനിക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സിഫീഡും കെയറൂലിയ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ കോഡ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രീൻ വോഗ് എന്നുള്ളത് കാണുന്നില്ല എന്നുള്ളത്. നിങ്ങൾ ആ ഒരു കോഡ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റെ ആ ഒരു അക്കൗണ്ടിലോട്ട് തന്നെ ചെല്ലുവേ. ചിലത് നമുക്ക് അങ്ങനെ അക്കൗണ്ടിൻ്റെ പേര് ടൈപ്പ് ചെയ്താൽ അങ്ങനെ കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് വൈറ്റ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാകുന്ന നല്ലൊരു പ്ലാന്റാണ്. ഇനി ഇത് ഒത്തിരി മെഡിസിനൽ വാല്യൂ ഒക്കെ ഉണ്ട്, ഒത്തിരി ഔഷധ ഗുണമൊക്കെ ഉള്ള ഒരു ചെടിയാണ് കേട്ടോ. ഇത് നമുക്ക് ഇവിടെ കൊണ്ടുവച്ച ശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. പിന്നെ ഇത് അമേരിക്കൻ ഒറിജിനാണ്. ഇതിന് വലിയ കെയർ ഒന്നും വേണ്ട, വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇതിൻ്റെ ഇല തന്നെ കണ്ടില്ലേ, നമുക്ക് ഈ ഒരു മയിൽപീലിയുടെ ഒക്കെ കൂട്ട് തന്നെ നല്ല ഭംഗിയാണ്. ഇത് നമുക്ക് അലങ്കരിക്കാനൊക്കെ ആയിട്ടാണെങ്കിൽ ഇതിൻ്റെ ഇല ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ എനിക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത്, കണ്ടോ. അപ്പോൾ ഇതെൻ്റെ അക്കൗണ്ടാണ് ഗ്രീൻ വോഗ്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ കണ്ടാണ്. അപ്പോൾ ഞാൻ ഓർഡർ കിട്ടി. അപ്പോൾ ഈ ഓർഡർ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക, പ്രോഡക്റ്റ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതല്ല നമുക്ക് അവൈലബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാ അക്സെപ്റ്റ് ഓർഡർ കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അത് ക്യാൻസൽ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഇത് ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ ഒരു ഓർഡർ ഉള്ളത് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്യുകയാണ്. ചിലതൊന്ന് എറർ കാണിച്ചിട്ടുണ്ട്, പിന്നെ അത് റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നേരെ ആ ഒരു റെഡി ടു ഷിപ്പിലോട്ട് പോകും കേട്ടോ. പിന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ലേബൽ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ലേബൽ എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, അത് ബിൽ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണും. പിന്നെ അങ്ങനെ നമ്മുടെ ഏത് കൊറിയർ സർവീസാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ അതിനകത്ത് കാണും. അപ്പോൾ അത് നമുക്ക് ഇനി ഡൗൺലോഡ് ചെയ്തെടുക്കണം. പിന്നെ അത് പ്രിൻ്റ് എടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്കിത് ഞാൻ എത്ര നോക്കിയിട്ട് എനിക്ക് അങ്ങോട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതാണ് ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു പ്രശ്നമാണ് ഈ ഒരു സംഭവം. പിന്നെ അത് കാണിക്കുന്നത് അവർ കൊറിയർ പാർട്ട്നേഴ്സ് ബിസിയാണ്, പിന്നെ അവർ ഇൻഫോം ചെയ്യാനൊക്കെ ഉള്ളതാണ്. ഒരു 2 ദിവസമൊക്കെ ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടെ ബ്രീച്ചിങ് സൂൺ, അതായത് ഡിസ്പാച്ച് ഡേറ്റ് അവർ 25 എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ എനിക്ക് ഇത് എന്താ പറയുക ലേബിൾ ഡൗൺലോഡ് ചെയ്യണം. പിന്നെ അവർ ഫോണൊക്കെ വിളിക്കും. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് തന്നെ സപ്പോർട്ടിൽ പോയിട്ട് കുറച്ച് എനിക്ക് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ടിക്കറ്റ് റൈസ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇനി ലേബിൾ കിട്ടിയിട്ട് വേണം അത് പാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ലേബിൾ ഡൗൺലോഡ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.